ഹായ് കൂട്ടുകാരെ, പച്ചമത്തം കൊണ്ടുള്ളൊരു ഓലൻ പരിചയപ്പെടുത്താം. അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമത്തൻ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതിനാൽ ഇതിൻ്റെ പകുതിയാണ് വയ്ക്കുന്നത്. കൂടെ തന്നെ ഒരു ഗ്ലാസ് വൻപയർ, വെള്ളപ്പയർ എന്നുകൂടി ഇതറിയപ്പെടും, വൻപയർ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് കുതിർക്കാനിടാം. 1 മണിക്കൂറോളം ഇത് വെള്ളത്തിൽ കിടന്ന് കുതിരണം. ഏകദേശം പകുതിയോളം മത്തൻ ഈ ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വെള്ളത്തിലിട്ടിട്ടുണ്ട്, നല്ലോണം കഴുകിയെടുക്കണം. വൻപയറും ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് പാകം ചെയ്യാം. ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയിലാണ് ഞാൻ ഈ വൻപയർ കഴുകി വാരി എടുത്തിട്ടുള്ളത്. ഇതിലത്തെ കല്ലൊക്കെ കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മത്തൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒപ്പമാണ് വേവിക്കേണ്ടത്. അതിനുശേഷം ഇതിന് ആവശ്യമായ വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറേ അധികം വെള്ളമൊന്നും വേണ്ട. ഈ കഷ്ണങ്ങളൊന്ന് ഒരു വിധം മുങ്ങുന്ന വിധത്തിൽ മതി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഞാനിത് അടുപ്പത്താണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നല്ല തീയിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഒരു വലിയ നാളികേരം മുഴുവനായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുക്കണം. കുറച്ച് അരിമുളകാണിത്, ഇത് നെടുകെ കീറിയതാണ്. ഇതും കൂടെ നമുക്ക് ഓലനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓലനിലേക്ക് ആവശ്യമുള്ള 1 നാളികേരത്തിൻ്റെ പാല് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടും. കൂടാതെ കുറച്ച് അരിമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിമുളകാണ് ഓലനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കീറിയിട്ടുണ്ട്, ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയൊക്കെ കത്തി കൊണ്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ചുടുവെള്ളത്തിൽ നാളികേരം ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പാല് പിഴിഞ്ഞെടുക്കാം. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാല് മൊത്തം അടിയിലേക്ക് കിട്ടും. ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പാല് മൊത്തമായിട്ടും കിട്ടും. ഇങ്ങനെ എല്ലാ അരപ്പും നമുക്ക് പിഴിഞ്ഞ് എടുക്കാം. ശുദ്ധമായ പാലാണ് ലഭിക്കുക. കഷ്ണങ്ങളെല്ലാം ഞാൻ വേവാനിട്ടിട്ടുണ്ട്. അടുപ്പത്താണ് വെക്കുന്നത്. അടുപ്പത്ത് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ വൻപയറും മത്തനും ഒപ്പമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു 4-5 അരിമുളക് കീറിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ഓലൻ ഇങ്ങനെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി, വെള്ളം ഇങ്ങനെ വറ്റണം. പയറിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മത്തനും വെന്ത് വന്നിട്ടുണ്ട്, നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. നല്ലപോലെ വെന്ത ഈ കഷ്ണങ്ങളിലേക്ക് ഞാൻ തേങ്ങയുടെ പാലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഇരുന്ന് കുറുകിക്കോളും. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഓണസദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു ഓലനാണിത്. തേങ്ങാപ്പാൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേർത്താൽ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാൽ ചേർക്കാതെയും ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്തും ഉപയോഗിക്കാം. എന്തായാലും ഞാൻ നാളികേരപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇത് ഉണ്ടാക്കിയ ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ചോറിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാം അതിൽ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരും. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ഡിഷാണ്. ട്രൈ ചെയ്യൂ.